ആ ചുട്ടുമണി ചുട്ടു ചുട്ടു ആവേ ഞങ്ങളെ കൂട്ടാൻ ഒച്ചട മോനെ ഇല്ലുമോൻ /Mike okay സ്വയമായിട്ട് പറ്റുന്നില്ല സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റത്തില്ല സ്വയമായിട്ട് മേടിച്ചില്ലേ അതെന്താ ചന്ദ്ര ഞാൻ ഇപ്പോഴും പറയുന്ന ലൗഡ് സൗണ്ട് എടുത്താൽ പിന്നെ പണി കിട്ടും ഡ്രീം ഓക്കെ ഓക്കെ അമ്പത്തൂരേ കുറച്ച് ഹൈപ്പ് കൊടുത്തിട്ടുണ്ടേ ഹൈപ്പ് കൊടുത്തല്ല പണി നിർണ്ണയിക്കുവാണേ ഞാൻ പുറത്തൊരു വോയിസ് കേട്ടായിരുന്നാലേ ബാക്കി തുടങ്ങാൻ പറ്റും ഏത് അല്ല ബാക്കി പണി തുടങ്ങണമെങ്കിലേ ഞാൻ പുറത്തൊരു വോയിസ് ഇട്ടിട്ടുണ്ട് എനിക്കാ വേണ്ടി തൽസമയം വരെ ഇട്ടാ അതെ 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 വേണം അതെ അതെ മുന്നോട്ട് പോകണമെങ്കിൽ ധനസഹായ എത്ര വേണം ധനസഹായം 750 നമുക്ക് സെറ്റാക്കാലോ ഇന്ന് സെറ്റാക്കി അവിടെ സിറ്റി വരെ കയറിയേ പണി എന്ന പയ്യൻ എനിക്ക് വീണ്ടും അവിടെ തന്നെ ഇരുത്തണം ഇന്ന് തന്നെ ധനസഹായം വേണം ഉചിതമായ സമയം മറ്റെന്താ മിത്രമേ ഉചിതമായ സമയം സെറ്റാക്കാം ചന്ദ്ര ഏതാ ഗ്രൈൻഡിങ് വന്നയാണോ ഞാനാ അല്ലല്ല ഗ്രൈൻഡ് എന്താ അല്ല എന്റെ പൈസ ഒക്കെ സെറ്റ് അതുകൊണ്ട് പറഞ്ഞതാ എങ്ങനെ പോണ് ഗ്രൈൻഡിങ് ഒക്കെ ഞാൻ പണ്ടേ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്റെ 100 കോടി പോയ മോക്കറല്ല ഷെയർ ഇട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കില്ലേ പമ്പിന്ന് നമ്മളിവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞ പയ്യൻ നിർത്താതെ ഒരു 12 മണിക്കൂറായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ എനിക്ക് ചന്ദ്രൻ വണ്ടി പഠിച്ചോണ്ട് അയാള് അല്ല സാറേ സാറിന്റെ അടുത്ത് എനിക്ക് സാറിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങോട്ടെ സാറേ ഇങ്ങനെ ചെവിയില് കുണ്ണ സാറേ എനിക്ക് അത് സാറേ ഒന്ന് വാ സാർ ഒരു കാര്യം പറയണ്ട സാറിന്റെ അടുത്ത് ഒരു മാത്രമായിട്ട് കാര്യം പറയണ്ട സാറേ PD വണ്ടി ഉണ്ടല്ലോ സാറേ നിങ്ങളിപ്പോ എൻ്റെ വെറുതെ തന്നു വിട്ടാലും നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ എൻ്റെ ധൈര്യം എടുത്ത് തന്നു വിടാം വിശ്വാസമുണ്ട് സാറേ കാരണം ഞാനിപ്പോ അതുപോലെയാണ് മനസ്സിലായില്ലേ പക്ഷെ ഈ പുറകിലുള്ള നീലമുടി കെട്ടി ഇവ പുറകെ കെട്ടിക്കുന്ന കള്ളയാണ് കള്ളേ അങ്ങനെ കുടുംബത്തെ പറ്റി അനാഥ പറയുന്നത് അമ്പത്തര വണ്ടി എടുത്താ നീ വണ്ടി എടുത്താ ചന്ദ്ര എന്നെ ഒരു പയ്യ വണ്ടി ഇടിച്ചു ചന്ദ്ര ഞാൻ അവരോട് ചോദിച്ചു അല്ലേ മിത്രമേ താങ്കൾ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ അബദ്ധത്തിലാണ് സുഹൃത്തെ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവന്റെ വണ്ടി കയറി ഡ്രൈവ് സീറ്റ് ചെയ്തിട്ട് പറഞ്ഞ് താങ്കൾ എവിടെ സഞ്ചരിക്കുന്നു മിത്രമേ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു സംഘമിത്രമേ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അല്ല മിത്രമേ ഞാൻ അങ്ങനെ അവനെ കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിട്ട് ഞാൻ തിരിച്ച് മുതുക്കി വന്നു ഞാൻ ചെയ്ത തെറ്റാണോ തെറ്റല്ല അതിനാണ് എന്നെ പോലീസ് സാറേ എനിക്കുണ്ടല്ലോ സാറേ ഞാൻ ഒരു കാര്യം സാറിനടുത്ത് പറയാം സാറേ പണ്ടൊക്കെ ആണെങ്കിലോ സാറേ എനിക്ക് ഈ സിറ്റിയിലുണ്ടല്ലോ ആ PD അടുത്തൊക്കെ ഒരു കലിപ്പായിരുന്നു എനിക്ക് സാറേ ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യമുണ്ട് സാറേ അങ്ങനെയല്ല സാറേ കാരണം സാറൊക്കെ നമുക്ക് കുറെ കാശൊക്കെ സഹായിച്ചല്ലേ സാറേ അപ്പൊ നിങ്ങൾക്കൊരു സ്ട്രെസ് ആയിരുന്നു നിങ്ങളൊക്കെ സ്ട്രെസ് സാറേ നിങ്ങളൊക്കെ സ്ട്രെസ് ചെയ്യുന്നത് മോശമാണ് ശരി സാറേ എന്ന് നിങ്ങളുടെ ഈ ഒരു പീഡിയിലെ ലൈനപ്പ് ഇവിടെ നിന്ന് മാറും അന്ന് ചന്ദ്രൻ പണി തുടങ്ങും സാറേ അന്ന് പീഡി നിന്ന് കത്തും സാറേ പീഡി ഞാനായിട്ട് ഒരു അഗാധമായ ഒരു ബന്ധമുണ്ട് സാറേ അത് ഞാൻ പിന്നെ എപ്പോഴേലും പറയാം ഞാൻ പക്ഷെ അതാണ് നല്ല പയ്യനായില്ലേ എന്റെ മോൻ സാർ അതാണ് എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് നീറ്റ് പയ്യനാണ് ഞാൻ അവൻ ആ രീതിയിലാണ് വളർത്തുന്നത്
കഞ്ചാവ് കച്ചവടം അല്ലല്ല കഞ്ചാവ് കച്ചവടം. അമ്പത്തൂരെ തോന്നിയസ്ഥം പറയലടാ, തോന്നിയസ്ഥം പറയല്ലേ. അവൻ എനിക്കൊരു കൂള് ഇപ്പൊ ഒരു പരിപാടി ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വരച്ച വരയിൽ നിൽക്കോ, ഞാൻ വരച്ച വരയിൽ. പൊന്ന് സാറേ എനിക്ക് നേരത്തെ കൂടെ കൂള് വന്ന് പാന്റ് പോക്കറ്റ് വെച്ചിട്ട് ഓടിയതുള്ളൂ പോലീസ് പറഞ്ഞു. സാറേ കൂളുള്ള വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് കൂളായിട്ട് കൂള് മാത്രമല്ലല്ലോ. എന്താണ് പറയണ അമ്പത്തൂരെ? ചന്ദ്രൻ പണ്ട് കൊച്ചിയിലെ പോലീസിന് വേണ്ടി അപ്പീട്ട് കേസിലെ പ്രതിയാ. സാർ മറക്കണ്ട. എന്താ അല്ല അതല്ല ചന്ദ്രൻ പോയത് എടുത്ത് എറിഞ്ഞിട്ടുണ്ടോ സാറേ? പക്ഷെ ഒരു പയ്യൻ അങ്ങനെ ചരിത്രങ്ങളുണ്ട് സാറേ. ശരി സാറേ. നിങ്ങൾ അപ്പൊ സാറേ ഭരത് സാറ് മരിച്ചില്ലേ? സാർ മരിച്ചില്ലേ? വന്നില്ലേ? പണ്ട് ഭരത് സാറിനെ കൊന്നൊരു പ്രതി സിറ്റിയിലുണ്ടേ സാറേ. ഇപ്പോഴും സാറേ മറക്കണ്ടെന്ന് പറഞ്ഞാല് അറിയത്തില്ല സാറേ. സാറേ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്തായിരുന്നു സാറേ? ഇത് എന്താ പറയാ വന്നേ? ഭരത് സാർ ഒന്നില്ലേ? ഓക്കെ ഓക്കെ ശരി സാർ. നടക്കട്ടെ അപ്പൊ പരിപാടികളൊക്കെ നടക്കട്ടെ. ഉഷാറാവട്ടെ. തുറക്കാനൊന്നും പറ്റൂല. മയില് അടച്ചം കിട്ടേക്കോ. സാറേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ മറ്റേ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. അതായത് പീഡി വണ്ടിയൊക്കെ ഒരു കാര്യം സംസാരിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞായിരുന്നു 2 വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, ആരോ മോഷ്ടിക്കാൻ നോക്കി. അമ്പത്തൂന്റെ പേരെന്താ പറഞ്ഞത്? അപ്പൊ ഞാൻ നോക്കിയത് ഈ വണ്ടിയിൽ ലോക്ക് തന്നെയാണെന്ന് കൺഫേം ചെയ്തത്. അങ്ങനെ ചെയ്യണം സാർ, അങ്ങനെ ചെയ്യണം സാർ, അങ്ങനെ ചെയ്യണം. സത്യം സാർ, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ആ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് ചുട്ടുമണി ചുട്ടുമാവേ ഞങ്ങളെ കൂട്ടാ മോനെ ഇവള് പറയുന്ന ഇവര് തമ്മിൽ ബെസ്റ്റ് വിളിക്കുന്നെന്ന്. ഞാൻ അമ്പത്തൂരിന്റെ അടുത്ത് മാമ എന്താണോ കുട്ടാ ചുട്ടുമണി മാവേ ചുട്ടു കഴിച്ചോ? ചുട്ടു കഴിച്ചോ? ഇല്ല ചുട്ടു, എനിക്ക് വാരിത്താ. തരട്ടെ, കോരി തരട്ടെ. ചേട്ടാ ഒറ്റ ഒരു കലിപ്പ് ഇപ്പൊ വരും. കലിപ്പ് പോകുന്ന സീനാണോ? കലിപ്പ് ഭയങ്കര സീനാ. ഇപ്പൊ വന്നാ തോക്കെടുത്ത് നെഞ്ചത്ത് വെച്ച് വെടി വെക്കും. സംസാരിക്കാൻ ചന്ദ്ര അന്ന് വാന്നു പോയിന്ന് പറഞ്ഞു കേട്ടില്ലേ? നീയൊക്കെ പോന്നത് എന്റെ അവതാരിയാന്ന് പറഞ്ഞ നമ്മളെ ഗ്യാങ് വണ്ടി കേട്ടിട്ട് പയ്യന്മാരുടെ അവതാരി ഇതായിരുന്നു. വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കണോ? ചോദിച്ചാൽ എടുക്കണ്ടോ? ചിരിക്കാനാ അത് പറയണ്ടത്. അതിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ 3 സെക്കൻഡ് വരുന്നുണ്ടെന്ന്. കുട്ടിയുടെ പേരെന്താ? ഞാൻ കൽഗ. കൽഗ. അറിയോ? എങ്ങനെ അറിയാം? ഇവിടെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൽഗയ്ക്കല്ലേ ഒരു മോനൊക്കെ ഉള്ളേ? അമ്പത്തൂരിന്റെ അനിയത്തി. അമ്പത്തൂരിന്റെ അനിയത്തിയാ? എന്റെ തന്തയ്ക്ക് ഇങ്ങനെ അവസ്ഥ പറ്റത്തില്ല. അതെ, അതിന്റെ എക്സാമ്പിൾ ആണല്ലോ നീ ഒറ്റയ്ക്ക് നിൽക്കുന്നേ. ഒരു സമയത്ത് നിന്റെ നല്ല സുഹൃത്തായിരുന്നു, ഒരു ചെറുക്കനെ കിട്ടിയപ്പോ നീ അനിയനും ചേട്ടനാകുന്ന. കൽഗയ്ക്ക് മോനുണ്ടോ? കൽഗയ്ക്കല്ലേ മോനുള്ളത്? അതെ തമ്പു അതെ, അമ്പുന്റെ ഓർമ്മയ്ക്കാണ് ഞാൻ തമ്പൂന്ന് വരെ പേരിട്ടേക്കുന്നത്. അയ്യേ, അത് ഞാൻ പറയത്തില്ല. അവൻ ഡീസന്റ് ആണ്, നിന്നെ പോലെ ഇവിടെ വേറൊരു ചെറുക്കുണ്ട് അമ്പത്തൂര്. ഞാൻ അതേപോലെ കാണാൻ നമ്മുടെ ഒരു പമ്പുണ്ട്, ഞാൻ അവിടെ പോയിട്ട് നോക്കട്ടെ. അത് അയക്കാം. ഇന്ന് അയക്കാം. ഡീലിയ
എലിയനെ എടുക്കാറല്ലേ ഉള്ളൂ. ഞാനൊക്കെ എടുത്താണെങ്കിൽ ബുദ്ധിമുട്ടാകത്തില്ലേ? യുഗറൊക്കെ മാറിപ്പോയി ചന്ദ്ര. ഒരു പെണ്ണിനായിട്ട് 24 മണിക്കൂർ അങ്ങ് കറക്കുക. എടാ ഇത് വണ്ടി നിനക്ക് മറ്റേ അറിയുന്നുള്ള മറ്റേ അവിടെ നിന്ന് മാർക്ക് ചെയ്തേ നിന്റെ കമ്പനി ഒരു സെന്റർ ഉണ്ടല്ലോ, സെന്റർ 70 ആ. എടാ നമ്മളെ വള്ളിയൊക്കെ എന്താടാ വേണ്ട, നമ്മളെ ആമാർക്ക് ഒരു ആപ്പ് പറ്റിയതാ വലിയ ജയിച്ചിരുന്ന തന്നെ. ആ കിഴങ്ങ് തോന്നും കരുതില്ല. ഇനി ഉള്ളത് മറ്റേ വീരവാദങ്ങൾ മാത്രം പറയുന്ന ഒരെണ്ണമുണ്ട്. അതിന് വരാനും പോകുന്നില്ല. കൂടെ കൊണ്ടിരിക്കുക അവിടെ. അല്ല, കഴിഞ്ഞൊരു വള്ളി ഉണ്ടായിരുന്നല്ലോ, അത് ടി ജി അല്ലേ? അത് TDP കൂടെ കൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും. ഓക്കെ വെരി ഗുഡ്. അല്ല വേറെ ഏത് വള്ളിയാണ്? ചന്തിവെക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആർക്ക് വേണ്ട? CM അടിക്കണല്ലോടാ. അവർക്കും കൂടെ വേണ്ടേ? ചന്ദ്രൻ നമ്മളെന്തേലും പറയാം, അവൻ തിരിച്ചു പറയാം എഫേറ്റ് അടിച്ചു പോല്ലാതെ. ചന്ദ്ര ഇപ്പൊ നമ്മളെ മെയിൻ ആയിട്ട് കാണുന്നത് ഒന്നീ നമുക്കെതിരെ വരുന്നവര് TDM-ല്, ഇല്ലെങ്കിൽ FIT. ഇതാണ് അവസ്ഥ. നമ്മളെ അടിക്കുന്നു, അവന്മാര് നാട് വിടുന്നു. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ സാഹചര്യം. ചന്ദ്ര വരുമ്പോ ആക്ച്വലി പയ്യൻ വന്നു. അളിയ ഞാനേ വണ്ടി ഒന്ന് സർവീസ് ചെയ്തിട്ട് പോരാ. ഓക്കെ ഓക്കെ. എടാ എനിക്ക് നീങ്ങനൊരു വണ്ടി സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കണം. നൈസ് ഐഡിയ, പക്ഷേ ഉപയോഗം കാണുക.